അങ്ങനെ ഞങ്ങൾ ബന്ദിപ്പൂർ ചെക്ക് പോസ്റ്റ് കയറി കാട്ടിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. രണ്ട് സൈഡും കാടാണ്. വണക്കം, ദിസ് ഇസ് ട്രാവൽ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിങ്ങനെ മൈസൂറും നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് മൈസൂർ, ഗുണ്ടൽപേട്ട്, ബന്ദിപ്പൂരിൽ നിന്ന് മസനഗുഡി വഴി ഊട്ടി വഴി പാലക്കാട് വഴി പോകാമെന്ന് വിചാരിച്ചു. കാര്യം മസനഗുഡി ഊട്ടി നമ്മൾ ആദ്യമായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ബന്ദിപ്പൂർ ഫോറസ്റ്റ് കൂടെ പോയിട്ടുണ്ട്. പിന്നെ ഒരു ഫോറസ്റ്റ് യാത്ര നമുക്ക് ഓഫ് കോഴ്സ് ഇഷ്ടമാണ്. സോ അതുകൊണ്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ തിരിച്ചു. ഇപ്പം ഗുണ്ടൽപേട്ടെത്തി. ഇവിടെ നിന്നൊരു മലയാളി ചേട്ടൻ്റെ കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഒരു അടിപൊളി കാട്ടിനകത്തുള്ള ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യുന്ന അറിയില്ല, ഹോപ്പ് സോ അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ ട്രാക്ക് അപ്പ്. നമ്മൾ ഗുണ്ടൽപേട്ടിൽ നിന്ന് ബന്ദിപ്പൂർ വഴി പോകുന്ന വഴിയാണ് കേട്ടോ. രണ്ട് സൈഡിലും ഒരുപാട് കൃഷിയിടങ്ങളാണ്. നല്ല ഭംഗിയാണ് കേട്ടോ രാവിലെ ഇതുവഴി പോകുമ്പോൾ കാണാൻ പറ്റുന്നത്. വാഴത്തോട്ടം, കോണ്, പിന്നെ സൺഫ്ലവർ ഫീൽഡൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഗുണ്ടൽപേട്ടിൽ നിന്ന് 12 കിലോമീറ്ററാണ് നമ്മുടെ ബന്ദിപ്പൂർ സഫാരിയുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ. അപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഗുണ്ടൽപേട്ട് സിറ്റി ഇങ്ങനെ മാറി കൃഷിയിടങ്ങളായി അത് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് കാടൊക്കെയാണ് വരാൻ പോകുന്നത് കേട്ടോ. ഫ്രണ്ട് റോഡൊക്കെ കാണാൻ എന്ത് രസം നോക്കിയാൽ. മലനിരകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഫ്രണ്ടിൽ ചെറിയൊരു മൂടൽ മഞ്ഞുണ്ട്. പക്ഷെ നമുക്ക് റോഡിലൊന്നും മഞ്ഞില്ല. ബട്ട് ഫ്രണ്ട് വ്യൂവിൽ ആ ദൂരെ ആ മഞ്ഞത്തെ മലയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. രണ്ട് സൈഡ് നല്ല രസമുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമ്മളിനി പതുക്കെ കാടിലോട്ടാണ് കയറാൻ പോകുന്നത്. നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലോട്ട്. ബന്ദിപ്പൂർ മസനഗുഡിയൊക്കെയാണ് ഭയങ്കര ഫേമസ് ആണ്. ഊട്ടി മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. അതെ, അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ ഈ റൂട്ട് പോയത് കേട്ടോ. പോകുന്നത് ആ ഒരു ഗ്രാമീണ പ്രദേശവും ആ ഒരു കൃഷിയിടങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. ഒരുപാട് ടൈപ്പ് കൃഷികളുണ്ട്. ഇപ്പോൾ വാഴയുണ്ട്, ഞാൻ പറഞ്ഞ പോലെ കോണുണ്ട്, പിന്നെ കോളിഫ്ലവർ ഉണ്ട്. പിന്നെ ഇതുവഴി പോകുമ്പോൾ ഹോട്ടലുകൾ കുറേയൊക്കെ മലയാളികളുടെയാണ് കേട്ടോ. മലയാളി ഹോട്ടൽസ് ഉണ്ട് ഒരുപാട്. ഞാനിപ്പോൾ ചായ കുടിച്ചത് ഒരു മലയാളി ചേട്ടൻ്റെ കട തന്നെയാണ്. സഫാരിയുടെ ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ നിന്നാണ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. സഫാരി ഓൺലൈൻ ബുക്കിംഗ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും തിരക്കാണ്. നമ്മളിപ്പോൾ വന്നപ്പോൾ ക്ലോസ് ആയി. എനിക്ക് അറിയാമായിരുന്നു ഇവിടെ കിട്ടാൻ ചാൻസ് വളരെ കുറവാണെന്ന്. നമ്മൾ എപ്പോഴും നേരത്തെ പ്ലാൻ ചെയ്ത് ഓൺലൈൻ ബുക്ക് ചെയ്ത് വരും. അപ്പോൾ ഇതാണ് ആ ഒരു സഫാരി പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെൽക്കം ടു ബന്ദിപ്പൂർ ടൈഗർ റിസർവ് സഫാരി ക്യാമ്പസ്. കണ്ട മേൽക്കമന്നഹള്ളി. പക്ഷേ ഇതേപോലെ വേറൊരു സഫാരി പോയിന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സഫാരിയുടെ ടൈമിങ്സ് ഇവിടെ ഉണ്ട്. രാവിലെ ബസ് 6:30 to 8, പിന്നെ വൈകിട്ട് പിന്നെ ജിപ്സിയിലാണെങ്കിൽ 6:30 to 8:30, വൈകിട്ടാണെങ്കിൽ 2:30 മുതൽ 6:30 വരെ ഉണ്ട്. അങ്ങനെ പല ടൈമിങ്സ് ഉണ്ട്. 1.5 മണിക്കൂറാണ് ഒരു സഫാരി. ഇപ്പോൾ സഫാരി ക്ലോസ് ആയി. അപ്പോൾ നമുക്ക് എന്തായാലും സാരമില്ല, കുഴപ്പമില്ല. ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്, ഇനി ഞാൻ വരും ഇവിടെ. അപ്പോൾ നമുക്ക് എന്തായാലും മസനഗുഡി വഴി ഊട്ടി തന്നെ പോകാം കേട്ടോ. പിന്നെ നമുക്ക് ഈ സഫാരി പോയാലും സൈറ്റിങ് കിട്ടണമെന്ന് ഭയങ്കര നിർബന്ധമൊന്നുമില്ല. പിന്നെ ഈ റോഡിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിൽ കൂടെ പോയാൽ തന്നെ നമുക്ക് മാനും ആനയൊക്കെ കാണാം. പിന്നെ ടൈഗർ സ്പോട്ടിംഗ് ആണ് ഇവിടെ കൂടുതലും ബന്ദിപ്പൂരിൽ മെയിൻ. പക്ഷെ അത് നമുക്ക് എപ്പോഴും കിട്ടണം എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു സഫാരിയാണ്. അത്യാവശ്യം റേറ്റും ഉണ്ട് ഇവിടുത്തെ സഫാരിക്ക്. 650 അങ്ങനെയാണോ ഒരാൾക്ക് ചാർജ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ജിപ്സിയിലൊക്കെ എടുത്ത് പോകണം. ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നാൽ ജിപ്സിയൊക്കെ എടുത്ത് പോകുന്നത് നല്ലതാണ്. ഇനി അങ്ങോട്ടുള്ള വഴി നല്ല അടിപൊളി വഴിയാണ്. നല്ല സുന്ദരമായ കാടാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ബന്ദിപ്പൂർ ചെക്ക് പോസ്റ്റ് കയറി കാട്ടിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. രണ്ട് സൈഡും കാടാണ്. നമുക്കിനി മൃഗങ്ങളെയൊക്കെ സ്പോട്ട് ചെയ്യുന്നുണ്ടോ നോക്കാം. മുമ്പ് ഞാനും ഇതുവഴി രാവിലെ വന്നിട്ടുണ്ട്. രാവിലെ വെളുപ്പം കാലം 6 മണിക്ക് ചെക്ക് പോസ്റ്റ് ഓപ്പണായ സമയത്ത് തന്നെ കയറി. ഇത് ഭയങ്കര രസമായിരുന്നു, ഭയങ്കര മഞ്ഞൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കിനി മൃഗങ്ങളോ വല്ലതും ഉണ്ടോ എന്ന് സ്പോട്ട് ചെയ്യാം. പിന്നെ മൃഗങ്ങളുണ്ടെങ്കിൽ ഫ്രണ്ടിൽ പോണ വണ്ടിയൊക്കെ നിർത്തി നോക്കും. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വരുന്ന വഴിക്ക് അവിടെ കുറച്ച് മാൻകുട്ടികളുണ്ട്. നല്ല വലിയ മനത്ത് കണ്ടോ.
കണ്ടോ? അവിടെ ഒരു മാൻ കണ്ടോ? അവിടെ ഒരു വലിയ മാനുണ്ട്. ദോ കണ്ടോ അവിടെ ഒരു വലിയ മാൻ തലപൊക്കി നോക്കുന്നുണ്ടോ? അവിടെ കണ്ടോ? ഒരു അടിപൊളി മാനല്ലേ അത്? അപ്പോൾ നല്ല അടിപൊളി ഒരു മാനിനെ കണ്ടു. സഫാരിയുടെ ബസ് ഇതുവഴിയാട്ടോ പോകുന്നത്. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയിരുന്നാൽ നമുക്ക് മൃഗങ്ങളെയൊക്കെ ഇനിയും കാണാം. അപ്പോൾ ഇത് ബന്ദിപ്പൂരിൻ്റെ പണ്ടത്തെ സ്ഥലമായിരുന്നു. ഇവിടെ നിന്നാണ് ടിക്കറ്റ് ഞാൻ മുമ്പ് എടുത്തുകൊണ്ടിരുന്നത് സഫാരിയുടെ. പിന്നെയാണ് ഇപ്പം ഞാൻ ആദ്യം കാണിച്ച സ്ഥലത്തു നിന്നായി. ഇവിടെയാണ് ബന്ദിപ്പൂരിൻ്റെ സ്റ്റേ ഒക്കെ ഉള്ളത് കേട്ടോ, ലോഡ്ജിങ് ക്യാമ്പ്. ഇവിടെ ഒരു ആന ഇരിക്കുന്നുണ്ടോ? പക്ഷെ നാട്ടാനയാണ്, കാട്ടാനയല്ല. അതൊക്കെ മണിയൊക്കെ കേട്ടിട്ടുണ്ട്. ഫോട്ടോ എടുക്കില്ല. ഇവിടെ ഒരു ആന ഇരിക്കുന്നുണ്ടോ? ഒന്നല്ല, രണ്ട് ആനകളുണ്ട്, 2-3 ആനകളുണ്ട് കേട്ടോ അവിടെ. പക്ഷെ ഇത് നാട്ടിലെ ആനയാണ്, കാട്ടാനയല്ല. ഇവിടെ എല്ലാം ഒരുപാട് മാനുണ്ട് കേട്ടോ. ഭയങ്കര കൂട്ടത്തോടെ നിൽക്കുകയാണ്, വളരെ ക്ലോസിലാണ്. ഇപ്പൊ ഈ സഫാരി പോകുന്ന ബസ് ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് പോകുന്നത് കേട്ടോ. അവിടെയൊക്കെ ഇഷ്ടംപോലെ മാനുണ്ട്. അപ്പം ജീപ്പ് സഫാരി ഉണ്ട്, ജിപ്സി ഉണ്ട്, പിന്നെ അതല്ലാതെ ബസ്സിലും ഉണ്ട്. അപ്പം നമ്മൾ സ്ട്രെയിറ്റ് പോകുന്നത് മുതുമല, അടുത്ത ടൈഗർ റിസർവ് മുതുമലൈ. ഇത് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് കർണാടകയുടെയും, അടുത്തത് മുതുമല ടൈഗർ റിസർവ് എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ആണ്. പസരംകുടിയൊക്കെ തമിഴ്നാട് സൈഡാണ്. അപ്പോൾ രാവിലെ ഇങ്ങനെ കാട്ടിനകത്തൂടെ യാത്ര ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. നമുക്ക് കൂടുതലും മാനിനെയാണ് കാണാൻ പറ്റിയത്. 2 സൈഡ് കൂട്ടത്തോടെ മാൻ കേട്ടോ, 1-2 അല്ല, ഭയങ്കര കൂട്ടമാണ്. അപ്പോൾ നമ്മളങ്ങനെ ബന്ദിപ്പൂർ എക്സിറ്റ് ആയി. വിസിറ്റ് അഗെയിൻ കർണാടക സ്റ്റേറ്റ്. ബന്ദിപ്പൂരിൻ്റെ ആണ്, നമ്മുടെ കർണാടക സ്റ്റേറ്റിൻ്റെ ആണ് ഈ ബന്ദിപ്പൂർ വൈൽഡ് ലൈഫ് ഒക്കെ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് താങ്ക് യു കർണാടക സ്റ്റേറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ കയറാൻ പോണ നീൽഗിരി ഡിസ്ട്രിക്റ്റിൻ്റെ മുതുമലയിലോട്ടാണ്. തമിഴ്നാട്, ഇവിടെ നിന്ന് തമിഴ്നാടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മുതുമല ടൈഗർ റിസർവ്, തമിഴ്നാടിൻ്റെ ടൈഗർ റിസർവായ മുതുമലയിലോട്ട് കയറിയിട്ടുണ്ട്. ഈ ബന്ദിപ്പൂർ മുതുമല അടുത്തടുത്ത കാടുകളാണ് കേട്ടോ. ഒറ്റ കാട് തന്നെയാണ്, ബട്ട് 2 ബോർഡർ വെച്ച് ഒരു ഡിവൈഡ് ചെയ്തേക്കുന്നുള്ളൂ. ഇതിനി കംപ്ലീറ്റ് തമിഴ്നാടാണ് ഈ മുതുമല ടൈഗർ റിസർവ്. ഇത് നല്ല അടിപൊളി കാടാണ് കേട്ടോ. അടിപൊളി റോഡും, നല്ല റോഡും, നല്ല 2 സൈഡ് നല്ല ഭംഗിയുള്ള കാടുമാണ്.
അങ്ങനെ ഞങ്ങളങ്ങനെ മുതുമല തേപ്പുകാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് മസനഗുഡി റൂട്ട് പോവാണ്. ഇത് നേരെ പോകുന്ന മസനഗുഡി ഊട്ടി റോഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും നമുക്ക് ഒരുപാട് ആനിമൽ സ്പോട്ടിങ്ങിന് ചാൻസ് ഉള്ളൊരു റോഡാണ്. ഈ റോഡിന്റെ ഭംഗി നോക്കി, നല്ല രസമുള്ള റോഡാണ്. ഇത് രസം നോക്കാൻ ഇഷ്ടംപോലെ മാനുമുണ്ട്, ഇഷ്ടംപോലെ മയിലുമുണ്ട്. ആ റോഡ് അടിപൊളി റോഡാട്ടോ, നല്ല ഭംഗിയുള്ള റോഡാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കാറിൽ പോവാണ്. കൂടുതലും മാൻകൂട്ടമാണ് കണ്ടത്. ഇവിടെ അത്രയും മാൻകൂട്ടമാണ്, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഈ മരങ്ങൾക്കിടയിലൂടെ ആ ഒരു സൺറൈസ് ഇങ്ങനെ സൂര്യകിരണങ്ങളൊക്കെ വീഴുന്ന കാണാൻ നല്ല രസമാണ്. ഇത് ആക്ച്വലി ഒരു വൺ വേ റോഡാണ്. ഊട്ടിയിൽ നിന്ന് വരാൻ പറ്റില്ല. നമ്മൾ ഈ ബന്ദിപ്പൂരിൽ നിന്ന് അങ്ങോട്ട് മസനഗുഡി വഴി ഊട്ടി പോകും. പക്ഷെ ഊട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടുത്തെ ലോക്കൽ തമിഴ്നാട് വണ്ടി വിടുള്ളൂ. പക്ഷെ ഇടയ്ക്ക് 1-2 കേരള വണ്ടി കണ്ടു. ചിലപ്പോൾ ഇനി രാവിലെ ആയതുകൊണ്ട് വിട്ടതാണോ എന്നൊന്നും അറിയില്ല. നോർമലി ഇത് വൺ വേ ആണ്, വൺ സൈഡ്. അതായത് നമ്മൾ ആ ബന്ദിപ്പൂരിൽ നിന്ന് മുതുമല വഴി മസനഗുഡി വഴി ഊട്ടി അങ്ങനെ പോകാൻ പറ്റും. ഊട്ടിയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല. ഇവിടെ ബോർഡുണ്ട് കരടിയൊക്കെ ഉണ്ടെന്നുള്ള. നോർമലി ഇവിടെ കരടി സൈറ്റിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ട്. കരടി യുദ്ധമൊക്കെ റോഡ് മുറിച്ച് കിടക്കുന്നതൊക്കെ അങ്ങനെയൊക്കെ ഇവിടെ കരടിയുണ്ട്. ഇതിൻ്റെ കരടിയുടെ ഫോട്ടോയാണ് സേവ് നേച്ചർ സേവ് വൈൽഡ് ലൈഫ് എന്ന് എഴുതിയിട്ട്. അപ്പോൾ നമ്മളങ്ങനെ മസനഗുഡി എത്തി. ഇതാണ് മസനഗുഡി ടൗൺ. ചെറിയൊരു ടൗൺ ആണ്, അത്യാവശ്യം ഹോട്ടൽസും റെസ്റ്റോറൻറ്റൊക്കെ ഉള്ളൊരു ടൗൺ ആണ് ഈ മസനഗുഡി ടൗൺ. അപ്പോൾ ഇവിടെ ജീപ്പ് സഫാരി ഉണ്ട് കേട്ടോ. ഈ പ്രൈവറ്റ് ജീപ്പ് സഫാരീസ് ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ 29 കിലോമീറ്റർ പോയാൽ ഊട്ടി എത്തും. നമ്മൾ നേരെ ഊട്ടി ടാർഗറ്റ് ചെയ്ത് പോവാണ്. ഇവിടെ ഒരുപാട് പ്രൈവറ്റ് സഫാരീസ് ഉണ്ട് കേട്ടോ ജീപ്പിൽ. നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു, ഞാൻ പോയിട്ടില്ല. എനിക്കോട് നമുക്ക് മൃഗങ്ങളെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ അവർ കൊണ്ടുപോകായിരിക്കും. ഞാൻ കേട്ടിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരുപാട് ജീപ്പുകൾ ഇറക്കിയിട്ടുണ്ട്. അവരെല്ലാം സഫാരി കൊണ്ടുപോകുന്നവരാണ് കേട്ടോ. അതായത് ഇതേപോലത്തെ ജീപ്പിൽ സഫാരി കൊണ്ടുപോകുന്നതാണ്. ഇവിടെ ഒരുപാട് കടകളും ഉണ്ട്. ബാംബു ഫോറസ്റ്റ്. അപ്പോൾ ഇതാണ് മസനഗുഡി ടൗൺ കേട്ടോ. കുഞ്ഞു ടൗണാണ്. നേരെ പോയാൽ നമ്മൾ ഊട്ടി റോഡാണ്. അപ്പൊ ഞങ്ങളങ്ങനെ ഊട്ടി മലനിരകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. മസനഗുഡി വഴി ഊട്ടി മലനിരകൾ ഇങ്ങനെ കയറാണ്. ഇതൊരു ചുരമാണ്, കയറിക്കൊണ്ടിരിക്കുന്നു. ഊട്ടി പോയിട്ട് അവിടെ നിന്ന് മേട്ടുപ്പാളയം കോയമ്പത്തൂർ വഴി നേരെ ട്രിവാൻഡ്രം തൃശ്ശൂർ ഹൈവേ വഴി വെച്ച് പിടിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് ഹെയർ പിൻസ് ഉണ്ട്, 36 ഹെയർ പിൻ ഉണ്ട്. അതിൽ 27ാമത്തെ ഹെയർ പിന്നായി. നല്ല റോഡാണ്, നല്ല രസമുള്ള റോഡാണ്. എന്തുകൊണ്ടും ഡ്രൈവേഴ്സിനും റൈഡേഴ്സിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഗംഭീര റോഡാണ് ഈ ഒരു മസനഗുഡി ഊട്ടി റോഡ്.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ മസനഗുഡി വഴി ഊട്ടി എത്തി. ഇവിടെ നിന്ന് ഊട്ടി ഇനി 5 കിലോമീറ്റർ ഇതേ ഉള്ളൂ. മസനഗുഡിയിൽ നിന്ന് ഊട്ടി കയറുന്ന റോഡാണ്. ഇവിടെ നോക്കി എന്ത് രസം നോക്കിയാൽ ലാൻഡ്സ്കേപ്പൊക്കെ കാണാനായിട്ട് ഒരുപാട് കുതിരകളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇനി ഊട്ടി ജംഗ്ഷനിൽ പോയിട്ട് ഇതിന് കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ബാക്കി യാത്ര. നല്ല രസമുള്ള കാഴ്ച. നമുക്ക് അത്യാവശ്യം തണുപ്പുണ്ട്. ഒരു 18 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ. അപ്പോൾ നമുക്ക് ആ ഊട്ടിയിലോട്ട് കയറുന്നു. പശുക്കൂട്ടങ്ങളൊക്കെ ഇവിടെ കുതിരക്കൂട്ടം കേട്ടോ. കാട്ടുകുതിരയുടെ കുതിരക്കൂട്ടം. ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ കുതിരക്കൂട്ടമൊക്കെ കാണുന്നത്. അപ്പൊ ഞങ്ങളങ്ങനെ ഊട്ടി എത്തി. ഊട്ടിന്ന് ജൂനിയർ കുപ്പണ്ട എന്ന് പറയുന്ന റെസ്റ്റോറന്റിൽ നിന്ന് ചില അടിപൊളി ദോശയൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് തിരിക്കുകയാണ്. പിന്നെ ഊട്ടി വരുന്നവർ പാസ് എടുക്കണം. അതോടൊപ്പം ഇവിടെ ചെറിയ ബോട്ടിൽ വെള്ളമൊന്നും അലൗഡ് അല്ല. വലിയ 5 ലിറ്ററിന്റെ കിട്ടും. അപ്പൊ ചെറിയ ബോട്ടിലൊന്നും കൈ കൊണ്ടു നടന്ന 5000 രൂപ ഫൈനാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളതിൽ സ്റ്റീൽ കുപ്പി വെള്ളം ഉണ്ടായിരിക്കണം. അപ്പൊ എന്തായാലും അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ജൂനിയർ കുപ്പണ്ടേന്ന് കഴിച്ചു. അല്ലാതെ ഇവിടെ അടയാർ ആനന്ദ ഭവനുണ്ട്. അടയാർ ആനന്ദ ഭവൻ പക്ഷെ ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് കൂണൂർ വഴി കോയമ്പത്തൂർ വഴി പാലക്കാട് വഴി നേരെ ട്രിവാൻഡ്രം. ലെറ്റ്സ് ഗോ. ഊട്ടിന്ന് നമ്മളൊരു 2 കിലോമീറ്റർ താഴോട്ട് ഇങ്ങനെ പോവാണ്. ഇവിടുത്തെ ക്യൂ നോക്കിയ ഊട്ടിയിലോട്ട് കയറാനുള്ള. നമ്മൾ ഊട്ടിയിൽ വന്നാൽ ഊട്ടി ക്യാരറ്റ് മേടിക്കണം എന്നാണ്. അപ്പൊ അങ്ങനെ നമ്മൾ വരണ വഴിക്ക് ഒരു കടയിൽ നിന്ന് ഊട്ടി ക്യാരറ്റ്, ബീട്രൂട്ട്, നല്ല ഫ്രഷ് ബീട്രൂട്ട്, പിന്നെ സ്ട്രോബെറി, ബ്രോക്കോളി ഒക്കെ മേടിച്ചു കേട്ടോ. എല്ലാം നല്ല ഫ്രഷാണ്. സ്ട്രോബെറി ഒക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ല ഫ്രഷാണ്. സ്ട്രോബെറി എനിക്കുള്ളൊരു ബോക്സ് 150 ആയി. ക്യാരറ്റ് എത്രയാണ്? 50 അല്ലേ? ഒരു ബഞ്ചിന് 50 ആണ്. അപ്പോൾ നമ്മൾ അതൊക്കെ മേടിച്ചിട്ട് ഊട്ടിയിൽ നിന്ന് വൈകുന്നേരം ഇറങ്ങി കൂണൂരിൽ പോവാണ്. ഇപ്പോൾ ഊട്ടി വരാത്തവർ ഇപ്പോൾ ഊട്ടിയൊക്കെ പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ പാസ് എടുക്കണമെന്ന്. പാസ് വീക്കെൻഡിൽ 8000 വണ്ടികളെ ഇവിടെ കടത്തി വിടുള്ളൂ. വീക്ക് ഡേയ്സിൽ 6000 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഊട്ടിയൊക്കെ വരുന്നവർ പാസ് എടുക്കുക. അതോടൊപ്പം ഊട്ടി മാത്രം കണ്ടിട്ട് പോകരുത്. നമ്മുടെ മുമ്പത്തെ ഒരു വ്ളോഗ് കണ്ടാൽ അറിയാം, കൂണൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഊട്ടിയേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കൂണൂർ. അതേപോലെ കോട്ടഗിരി, കിന്നക്കോര്, ഇങ്ങനെ കുറച്ച് ഓഫ് ബീറ്റ് സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ നല്ല സ്ഥലമാണ്. അപ്പം നിങ്ങൾ ഊട്ടിയിൽ വന്നിട്ട് ഒരു ക്യാബ് അങ്ങാണോ എടുത്ത് കൂണൂർ പോയി കൂണൂർ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് ട്രെയിനിൽ പോവാം. ഒരു കൂണൂർ ഊട്ടി ട്രെയിൻ. അപ്പം അതല്ലാതെ നമ്മുടെ കൽക്കരിയുള്ള ട്രെയിനുണ്ട്. അത് മേട്ടുപ്പാളയം അവിടെ നിന്ന് വരുന്നതാണ്. അതെപ്പോഴും ഫുള്ളായിരിക്കും. അതില്ലെങ്കിലും അത്യാവശ്യം ഒരു ട്രെയിൻ യാത്ര നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ കൂണൂരിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് IRCTC വഴി ടിക്കറ്റ് അവൈലബിൾ ആണ്. കൂണൂരിൽ ടിക്കറ്റ് എടുത്ത് ഊട്ടി ഇറങ്ങാൻ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അടിപൊളി ട്രെയിൻ യാത്രയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ഊട്ടി യാത്രയുടെ ഇടയിൽ അങ്ങനെ ഒരു ട്രെയിൻ യാത്ര നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞങ്ങളുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടി ഓടിച്ച് താഴെ എത്തി, മേട്ടുപ്പാളയം എത്തി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ഹൈവേ കയറി പാലക്കാട് വഴി പോകണം. മേട്ടുപ്പാളയമാണ്. ഈ മേട്ടുപ്പാളയത്ത് നമ്മൾ ഊട്ടി പോകുന്ന റോഡിലൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ പാസ് കാണിക്കണം. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ട്. അതുപോലെ ചുരം എല്ലാം അങ്ങോട്ട് കയറുന്നത് നല്ല ട്രാഫിക് ചില സ്ഥലങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ മേട്ടുപ്പാളയം എത്തി. മേട്ടുപ്പാളയത്ത് നിന്ന് നേരെ കോയമ്പത്തൂർ കണക്ട് ചെയ്ത് പാലക്കാട് ഹൈവേ കയറാം. ഞങ്ങളിങ്ങനെ കോയമ്പത്തൂർ പാലക്കാട് ഹൈവേയിലാണ്. ഇവിടെ പാലക്കാടോട് അടുത്ത് വരുമ്പോൾ നമ്മുടെ ഒരു സഞ്ചാരി ബൈ ഷെഫ് പിള്ളേരുടെ ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ കയറി ലഞ്ച് കഴിച്ചു. നല്ല ലഞ്ചായിരുന്നു കേട്ടോ. അവിടെ സഞ്ചാരി സ്പെഷ്യൽ നോൺ വെജ് മീലാണ്. അതായത് ചെറിയൊരു ചിക്കനും കറിയും ചെറിയൊരു മീൻ കറിയും വരും. 230 ആണ് പ്രൈസ്. അത്യാവശ്യം നല്ല ഊണായിരുന്നു കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് ഇനി ബാക്കി യാത്രയാണ്. ഒരു 330 കിലോമീറ്റേഴ്സ് ഇനി കവർ ചെയ്യാനുണ്ട് ട്രിവാൻഡ്രം വരെ.